നീരജ ഇട്ട പുതിയ വീഡിയോ ഞാൻ കണ്ടു. താൻ കാശു വാങ്ങിയില്ല, അതുകൊണ്ട് തന്നെ മേലൊരു കുറ്റമില്ല എന്നാണ് അദ്ദേഹം അതിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് കാശ് വാങ്ങി എന്തെങ്കിലും ഒരു ഫ്രോഡ് നടന്നാലേ അവിടെ കുറ്റമുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ വീഡിയോയിൽ അദ്ദേഹത്തിന് അറിവില്ലാണ്ട് കുറച്ച് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം സ്വയം ചെയ്തു എന്ന് പറയുന്ന പല കാര്യങ്ങളും UK ലോ അനുസരിച്ച് കുറ്റകരമാണ്. ആ ഒഫൻസസ് എന്താണെന്നും ആ ഒഫൻസസുകൾ എവിടെ പരാതിപ്പെടണമെന്നും ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. UK വിസയ്ക്ക് ക്യാഷ് കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് സസ്പെക്ടഡ് വിസ ഫ്രോഡ് ആണ്. അത് ഹോം ഓഫീസിന്റെ UK ഇമിഗ്രേഷൻ ആൻഡ് വിസ ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെടണം. സസ്പെക്ടഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അത് നാഷണൽ ക്രൈം ഏജൻസിക്കും, മോഡേൺ ഡേ സ്ലേവറി നാഷണൽ ക്രൈം ഏജൻസി ആൻഡ് മോഡേൺ ഡേ സ്ലേവറി ഹെൽപ്പ് ലൈനിലും, തെറ്റായിട്ടുള്ള ജോബ് അഡ്വർടൈസ്മെന്റ് കൊടുത്തതിന് ഓഫ് കോമിലും, തെറ്റായിട്ടുള്ള ഒരു ജോബ് അഡ്വർടൈസ്മെന്റ് സോഷ്യൽ മീഡിയക്കൂടെ നൽകി അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെ കബളിപ്പിച്ചതിന്, അതായത് കൺസ്യൂമർ ഡിസെപ്ഷന് അഡ്വർടൈസ്മെന്റ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ASAയിലും പരാതി കൊടുക്കാം. ഇനി സസ്പെക്ടഡ് ഫിനാൻഷ്യൽ ഫ്രോഡിന് ആക്ഷൻ ഫ്രോഡ് ഡിപ്പാർട്ട്മെന്റ്, സിറ്റി ഓഫ് ലണ്ടൻ പോലീസ്, അവിടെയും പരാതി നൽകാം. ഇനി ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയേ. മാസം എനിക്ക് ഈ കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. എൻ്റെ കെയർ ഹോമിൽ ഇൻകം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പെൻസ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എക്സ്പെൻസ് കെയർ ഹോമിൻ്റെ എമൗണ്ടിനെക്കാളും കൂടുതലാണ്, കിട്ടുന്ന എമൗണ്ടിനെക്കാളും കൂടുതൽ. കെയർ വിസയിൽ ഇരുന്നുകൊണ്ട് കൊളാബ് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ വയലേഷൻ. അൺഓതറൈസ്ഡ് എംപ്ലോയ്മെന്റിന് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഹോം ഓഫീസിൽ പരാതിപ്പെടാം. ഇവിടുത്തെ കൊളാബിന്റെ പൈസ നാട്ടിലെ അക്കൗണ്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ HMRC ടാക്സിവേഷൻ ഹോട്ട് ലൈനിലും വേൾഡ് വൈഡ് ഇൻകം ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് പരാതിപ്പെടാൻ പറ്റും. എൻ്റെ ഫോളോവേഴ്സ് ഇനി എൻ്റെ കണ്ണിലേക്ക് നോക്കൂ. എൻ്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ കണ്ണുകൾ പതറുന്നില്ല, എൻ്റെ ശ്വാസം ഇടറുന്നില്ല, എൻ്റെ തല ആടുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഈ ബാധിക്കപ്പെട്ടവരുടെ കൂടെ തല പോയാലും ഞാൻ കാണും.